ആക്കിയാ മതിന്ന് പറയുന്നുണ്ട്. ഇവിടെ പിടിച്ച് ഞെക്കണം. ഇല്ലേ ഇവിടെ ഇവിടെ ഇതിപ്പോ ഞെക്കി. യൂട്യൂബ് ആ ഇവിടെ ഈ DP-യോടെ ആ ഞെക്കണം. അപ്പൊ ഇതുണ്ടോ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഹിസ്റ്ററി ആയിരിക്കും മേളിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് താഴെ ആ പ്ലേ ലിസ്റ്റ്, അതിന്റെ ആ ഇവിടെ കണ്ടോ ഒരു പ്ലസ് വട്ടം കണ്ടോ? ആ പ്ലസ് ഞെക്കുക. അപ്പൊ ആ ടൈറ്റില് അവിടെ നമുക്ക് പേര് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാം. ഇതുണ്ട് ഇവിടെ വിസിബിലിറ്റി ഉണ്ട്. അതേ പിടിച്ച് ഞെക്കുമ്പോൾ പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്, ഇത് പബ്ലിക് ആക്കണം. ആ അല്ലെങ്കിൽ ആർക്കും കാണാൻ പറ്റത്തില്ല, നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് കൊളാബറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും വന്നിട്ടുണ്ട്, നേരത്തെ ഇല്ലായിരുന്നത്. എന്നിട്ട് നമ്മൾ ഇത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് സംഭവം സെറ്റാ. ഇപ്പൊ ആ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉണ്ട് ആഡ് വീഡിയോസ്. അത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ചാനലിലെ വീഡിയോ എടുക്കാം. ഇതിപ്പോ എന്റെ ചാനലിലെ വീഡിയോ. അപ്പൊ ഞാൻ ഏതാണ്ട് ഈ കുസൃതി ചോദ്യത്തിന് അങ്ങോട്ട് എടുക്കുന്നു. ഇതാണ്ട മേളി ഇതിന്റെ 3 ഡോട്ട ഞെക്കി കഴിയുമ്പോഴേ മേളി സേവ് ടു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ അത് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ പ്ലേലിസ്റ്റ് മൊത്തം ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും, നേരത്തെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത തൊട്ട് താഴെ കിടക്കുന്ന ഇത്. അപ്പൊ ഇതില് ടിക്ക് കൊടുക്കുക, ഡണ്ണ് കൊടുക്കുക ഇവിടെ. അപ്പൊ അതിലേക്ക് ആ സംഭവം ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളു കേസ്. അത്